ലാഹോർ വാൾട്ടൺ എയർബസിൽ വീണ്ടും ഇന്ത്യൻ ഡ്രോൺ ആക്രമണം. 7 പാക് വ്യോമസേന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം തകർത്തു. ഇന്നും PSL മത്സരം നടക്കേണ്ട സ്റ്റേഡിയമായിരുന്നു അത്. ഇസ്ലാമാബാദിൽ ആശങ്കയാണ്. സൈറനുകൾ മുഴങ്ങിയിരിക്കുകയാണ്. പെഷവാർ സാൽമിയും കറാച്ചി കിങ്സും തമ്മിലുള്ള പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് സംഭവം നടന്നിരിക്കുന്നത്. ഡ്രോൺ അപകടം ടൂർണമെൻറ്റിലെ കളിക്കാരുടെയും കാണികളുടെയും സുരക്ഷയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അപകടത്തിൽ സ്റ്റേഡിയത്തിന് സമീപമുള്ള ഒരു റെസ്റ്റോറൻറ്റ് കെട്ടിടത്തിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡ്രോണിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അത് ഏതെങ്കിലും പേലോഡ് വഹിച്ചിരുന്നോ എന്നും അധികൃതർ പ്രദേശം സീൽ ചെയ്തിട്ടുണ്ട് എന്നും പാകിസ്ഥാൻ പ്രാദേശിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പരിക്കേറ്റ 2 സാധാരണക്കാരെ ചികിത്സയ്ക്കായി ഒരു പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്ന സാഹചര്യത്തിലാണുള്ളത്. എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം നൽകിയിട്ടുണ്ട്. വിവിധ മന്ത്രാലയ സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് നിർദ്ദേശം. PSLൽ പങ്കെടുക്കുന്ന ഇംഗ്ലണ്ട് കളിക്കാർ രാജ്യത്ത് തുടരണോ അതോ നാട്ടിലേക്ക് മടങ്ങണോ എന്ന കാര്യത്തിൽ ഭിന്നതയിലാണ് എന്ന് ദി ടെലഗ്രാഫ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട്.